ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന്. ഇത് നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതാ അതിനായിട്ട് ആദ്യം ഒരു ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഒരു സിലിക്കൻ്റെ ട്രേയിലേക്ക് വെച്ചിട്ട് നമുക്കത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, നല്ല കനം കുറച്ചരിഞ്ഞിട്ടുള്ള തക്കാളി, ഒരു വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത്, പച്ചമുളക് കനം കുറച്ചരിഞ്ഞത്, അതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ്, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ ഉപ്പ് ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പില്ലേ, ടൊമാറ്റോ കെച്ചപ്പ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഇതിനെ ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫോക്ക് വെച്ച് മിക്സ് ചെയ്യരുത്, അപ്പോൾ അതൊക്കെ ഓട്ടായി പോകും ചപ്പാത്തി. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി സ്പ്രേ ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ നമുക്ക് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടല്ലോ എയർ ഫ്രയർ ഒന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഹെൽത്ത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അളവും കാര്യമൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.